നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ വലിയ ആകാംക്ഷ തുടരുന്നു. പതിവ് പോലെ തീരുമാനം പാണക്കാട് തങ്ങൾക്ക് എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നറിയാൻ നേതാക്കളും പ്രവർത്തകരും കാത്തിരിക്കുകയാണ്. മറ്റു പാർട്ടികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച മുതിർന്ന നേതാക്കൾക്ക് പോലും വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സിറ്റിംഗ് MLA-മാർക്ക് പോലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുവരെ ഉറപ്പ് നൽകിയിട്ടില്ല. ഓരോരുത്തരുടെയും അഭിപ്രായം വിശദമായി കേട്ട ശേഷമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്നാൽ എല്ലാവരും നോക്കട്ടെ എന്ന മറുപടിയാണ് നൽകുന്നത്. ഇതോടെ സ്ഥാനാർത്ഥി നിർണയം ലീഗിനകത്ത് സസ്പെൻസായി തുടരുകയാണ്. ഓരോ മണ്ഡലത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യം, വോട്ട് വിഹിതം തുടങ്ങിയവ വിശദമായി പഠിച്ചാണ് സാദിഖ് അലി തങ്ങൾ തീരുമാനമെടുക്കുന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. വിവിധ തലത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ശേഖരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ഡലത്തിലും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പായി ഉന്നതാധികാര സമിതി അംഗങ്ങളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PMA സലാം, MK മുനീർ, PV അബ്ദുൾ വഹാബ്, KPA മജീദ് എന്നിവരുമായി സാദിഖ് അലി തങ്ങൾ കൂടിക്കാഴ്ച നടത്തും. ഈ യോഗത്തിൽ പഠന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കുക. മുമ്പ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായപ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇതേ രീതിയാണ് സ്വീകരിച്ചതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വവും UDF-ലെ സീറ്റ് ഉപചന ചർച്ചകൾ പൂർത്തിയാക്കാത്തതുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ചൊവ്വാഴ്ച തന്നെ ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പായി ഉന്നതാധികാര സമിതി യോഗം വിളിക്കാനും സാധ്യതയുണ്ട്.